ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 91. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. സാൻ ഒമേറോ, ഇറ്റലി, ഒക്ടോബർ 27, 1986. വേൾഡ് ഡേ ഓഫ് പ്രയർ ഫോർ പീസ്. 337. സഭയിൽ നിക്ഷിപ്തമായ ദൗത്യം. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഐക്യത്തിൽ എല്ലാ മതപ്രതിനിധികളും ഒത്തുചേർന്നുകൊണ്ട് സമാധാന ലബ്ധിക്കായി അർത്ഥിക്കുകയാണ് ഇന്ന്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തന്ന മാർഗം. ദൈവദാനമെന്ന നിലയിൽ മാത്രമേ സമാധാനം ഇവിടെ സംസ്ഥാപിതമാവുകയുള്ളൂ. പരസ്പര ധാരണയുടെയും മാനുഷിക പരിചിന്തനങ്ങളുടെയും വെളിച്ചത്തിൽ സമാധാനം സംസ്ഥാപിതമാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഉള്ളതുപോലും നഷ്ടപ്പെടുമെന്നുള്ള വസ്തുത വിസ്മരിക്കാതിരിക്കുക. ആകയാൽ മാനസാന്തരത്തിൻ്റെയും മനം മാറ്റത്തിൻ്റെയും മാർഗ്ഗേ കർത്താവിങ്കലേക്ക് തിരിയേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. സ്നേഹാത്മാവിലൂടെ പിതാവിങ്കലേക്ക് എത്തുന്ന മാർഗം യേശു നിങ്ങൾ കാട്ടിത്തന്നിട്ടുണ്ട്. സത്യം മനസ്സിലാക്കുന്നതിനും യേശുവിനെയും സുവിശേഷത്തെയും അനുസരിക്കുന്നതിലും അനുഗമിക്കുന്നതിലുമുള്ള അറിവ് നേടിയെടുക്കുന്നതാണ് വളരെയധികം ആവശ്യമായിരിക്കുന്നത്. ഇതാണ് സഭയിൽ നിക്ഷിപ്തമായ ദൗത്യം. എല്ലാ വൈദികരും സമർപ്പിതരും എല്ലാ വിശ്വാസികളും അനുഷ്ഠിക്കേണ്ടതായ പ്രധാന ദൗത്യം ഇതാണ്. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് ലോകമാസകലം പ്രഘോഷിക്കുന്നതിനായി രക്തസാക്ഷികളുടെ ധൈര്യത്തോടും ആത്മീയ പാലകരുടെ വിശ്വാസ തീഷ്ണതയോടും കൂടി നിങ്ങളെല്ലാവരും മുന്നോട്ട് വരിക. യേശുവിന് മാത്രമേ നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കാനാകൂ. നിങ്ങൾ പോയി ലോകമാസകലം സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നിർഭയരായി യേശുവിനെ പ്രസംഗിക്കേണ്ടത് ഇന്ന് വലിയൊരാവശ്യമാണ്. മാനുഷിക മൂല്യങ്ങളെ സംരക്ഷിക്കാനെന്ന വ്യാജേന വിഗ്രഹാരാധകർ സാർവലൗകികമായ ഒരു മതസംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് എല്ലാ മതങ്ങളെയും ഏകീകരിക്കുവാൻ ശ്രമിക്കുന്നത് തികച്ചും ഫലശൂന്യവും അപകടകരവുമാണെന്നുള്ള വസ്തുതയെന്ന് ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളട്ടെ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിനെ സർവ്വജാതികളോടും പ്രസംഗിക്കുക. യേശുവിനോടും സുവിശേഷത്തോടും വിശ്വസ്തരായിരിക്കുക. അപ്പോൾ സമാധാനത്തിൻ്റെ യഥാർത്ഥ ഉടമകളായി നിങ്ങൾ മാറും. ഡോൺഗോ, ഇറ്റലി, നവംബർ 1, 1986. ശുദ്ധീകരണാത്മാക്കളുടെ തിരുനാൾ 338. പറുദീസായിൽ നിങ്ങളുടെ സ്ഥാനം. ഇന്ന് നിങ്ങൾക്ക് മുൻപ് മഹത്വത്തിലേക്ക് എത്തിച്ചേർന്നവരിലേക്ക് നിങ്ങളുടെ മിഴികൾ തിരിയട്ടെ. എൻ്റെ വിമല ഹൃദയത്തിന് ചുറ്റും സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രകാശം പരത്തുന്ന ഒരു കിരീടം അവർ ഒരുക്കുകയായിരുന്നു. പറുദീസായിലെ നിങ്ങളുടെയും സ്ഥിതി ഇതാണ്. എൻ്റെ വചനം ശ്രവിക്കുന്നവർക്കായി, എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടവർക്കായി, എൻ്റെ പദ്ധതിയുടെ പരിപൂർത്തിക്കായി ഈ സ്ഥാനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മാതൃസഹജമായ സാന്നിധ്യത്തിൻ്റെ പ്രകാശം എല്ലായിടത്തും പ്രസരിക്കുവാനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും നവസൃഷ്ടിയായ യേശുവിനെ അനുധാവനം ചെയ്യുന്നതിനുള്ള മാർഗം കാട്ടിക്കൊടുക്കുന്നതിനു പ്രേക്ഷിതരായി നിങ്ങൾ മാറുവിൻ. സ്വർഗീയ വിശുദ്ധരെല്ലാവരും എല്ലായ്പ്പോഴും നിങ്ങളുടെ സമീപേ ഉണ്ടെന്നുള്ള അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. സഹായത്തിനും സംരക്ഷണത്തിനുമായി അവരെ വിളിച്ചപേക്ഷിക്കുക. നിത്യാനന്ദ പ്രാപ്തിക്കായി ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ശുദ്ധീകരണാത്മാക്കളും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എൻ്റെ ആജ്ഞാനുസാരം നിങ്ങൾക്കൊത്ത് ഒരു ഏകീകൃത മുന്നണിക്ക് അവർ രൂപം കൊടുക്കുകയാണ്. എല്ലാവർക്കും ഞാൻ അമ്മയും രാജ്ഞിയുമാണ്. നിങ്ങൾക്ക് മുമ്പേ ഇഹലോകവാസം വെടിഞ്ഞ് പറുദീസായിൽ നിത്യാനന്ദം അനുഭവിക്കുന്നവർക്കുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഉറച്ചതും ആഴമേറിയതും അസാധാരണവുമായി മാറ്റുവാൻ അതിയായി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരമൂല്യ ദാനമെന്ന നിലയിൽ പറുദീസായിലെയും ശുദ്ധീകരണ സ്ഥലത്തെയും ആത്മാക്കളെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു.
മാരകപാപങ്ങളെക്കാൾ അധികമാണ് നിങ്ങൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ വളരെയധികം സഹായം നിങ്ങൾക്ക് നൽകുവാൻ അവർക്ക് സാധിക്കും. ശത്രുവിൻ്റെ കെണികൾക്ക് ബലിയാടുകളായി മാറുന്ന നിങ്ങൾ അവ കാണുന്നതിനുള്ള പ്രകാശവും അവയിൽ നിന്ന് ഓടിയകലുന്നതിനുള്ള ധൈര്യവും അവർ പ്രദാനം ചെയ്യും. നിങ്ങൾ ലോലമാനസരും ദുർബലരുമാകിയാൽ വീണ്ടും വീണ്ടും പാപത്തിൽ നിബന്ധിക്കുവാൻ കാരണമാകുന്നു. നന്മയുടെയും വിശുദ്ധിയുടെയും മാർഗ്ഗെ സഞ്ചരിക്കുന്നതിന് ഒരു സഹായഹസ്തം നീട്ടുവാൻ അവർക്ക് കഴിയും. ആകയാൽ നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന മാർഗത്തിലൂടെ അവരോടൊത്ത് നിങ്ങൾ നടന്നു നീങ്ങൂ. നിങ്ങൾ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഞാനും ഒപ്പമുണ്ടാകും. ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഐക്യം നിങ്ങളിൽ പൂർണ്ണമാകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സമാധാനം നിങ്ങളിലേക്ക് അനുസ്യൂതം പ്രവഹിക്കും. ഫ്ലോറിഡ, അമേരിക്ക, നവംബർ 23, 1986. സോളംനിറ്റി ഓഫ് ക്രൈസ്റ്റ് ദ കിങ്. 339. അവൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പാത. സ്വർഗത്തിൻ്റെ മഹത്വത്തിലും ശുദ്ധീകരണ സ്ഥലത്തിലെ പ്രകാശത്തിലും ദൈവവും രാജാവും രക്ഷകനുമായ യേശുവിൻ്റെ രാജകീയ കിരീടത്തിൽ സമർപ്പിക്കുവാനായി ഭൂമിയിലെ സമസ്ത തീർത്ഥാടക സഭകളുടെയും ആദരവ് ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലുമാണ് അവിടുത്തെ ഭരണം എല്ലാറ്റിനും ഉപരിയായി നിറവേറ്റപ്പെടേണ്ടത്. കാരണം വരപ്രസാദത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും രാജകീയ പ്രതാപം അവന് മാത്രമേയാണ്. ശത്രുക്കളിൽ യേശു ഭരണം നടത്തുമ്പോൾ, സൃഷ്ടികളിൽ യേശു ഭരണം നടത്തുമ്പോൾ ഒരു ദിവ്യപ്രകാശത്താൽ ആത്മാക്കൾക്ക് രൂപാന്തരം സംഭവിക്കുകയും ആ ദിവ്യപ്രകാശം അനുദിനം വർദ്ധമാനമായിക്കൊണ്ട് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്യുന്നു. എല്ലാവരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടത്താനായി സ്വാർത്ഥതയുടെയും തീവ്ര വികാര പ്രകൃതിയുടെയും പാപക്കെണികളിൽ നിന്ന് എൻ്റെ വത്സലസുതരെ സംരക്ഷിച്ചുകൊണ്ട് പാപത്തിൻ്റെ കരുനിഴലുകൾ അവരുടെ ആത്മാക്കളിൽ നിന്ന് ആട്ടിയകറ്റുവാനാണ് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ പ്രധാന കടമ. അതിലൂടെ യേശുവിൻ്റെ ഭരണം നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാക്കളിലും സ്ഥാപിതമാകുകയും അവൻ്റെ ദൈവിക രാജ്യത്വത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങൾ സുരക്ഷിതരാകുകയും ചെയ്യും. യേശുവിൻ്റെ ഭരണം കുടുംബങ്ങളിലും നിലവിൽ വരണം. ഐക്യവും സമാധാനവും പരസ്പര ധാരണയും വിശ്വസ്തതയും കുടുംബങ്ങളിൽ വളർത്തിയെടുക്കുന്നതിന് ഞാൻ അഹോരാത്രം പണിപ്പെടുകയാണ്. മാനവവംശം മുഴുവനും യേശുവിനാൽ ഭരിക്കപ്പെടണം. അപ്പോൾ മനോജ്ഞതയും സുഗന്ധവും ആകൃഷ്ടതയും പരിശുദ്ധ ത്രിത്വത്തിന് വീണ്ടും സംലബ്ധമാകുകയും അത് മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ തൻ്റെ വാസസ്ഥലം നിങ്ങൾക്കിടയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും മാർഗത്തിലൂടെ മനുഷ്യകുലത്തെ ആകമാനം ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ ശക്തിയുക്തം ഞാൻ പ്രവർത്തിക്കുന്നു. ദൈവത്തെ നിഷേധിക്കുകയും നിന്ദിക്കുകയും അവിടുത്തെ കൂടാതെ ഒരു നാഗരികത പടുത്തുയർത്തുവാൻ അക്ഷീണം യത്നിക്കുകയും ചെയ്യുന്നവരെ എത്രയും വേഗം കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരുക്കപ്പെട്ട സൈന്യനിരയെ നയിക്കുന്നത് ഞാൻ തന്നെയാണ്. ദിവ്യവും സ്നേഹപൂർണവും അവിടുത്തെ അധിവാസ കേന്ദ്രവുമായ തിരുസഭയിലും അവിടുന്ന് ഭരണം നടത്തണം. തിരുസഭ പൂർണ്ണമായും അവിടുത്തേതാണ്. കാരണം അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് അവൾ ജന്മം കൊണ്ടു. അവിടുത്തെ സ്നേഹലാളനകളേറ്റ് അവൾ വളർന്നു. അവളുടെ തൻ്റെ തിരുരക്തത്താൽ അവൾ ശുദ്ധീകൃതയായി. നിത്യവിശ്വസ്തതയുടെ അലംഘനീയമായ ഉടമ്പടികളോടെ അവളുടെ ഭർത്തൃസ്ഥാനവും ഇന്ന് അവിടുന്ന് നിർവഹിക്കുന്നു. എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും തിരുസേവയെ സംരക്ഷിക്കുന്നതിനും മാനുഷിക ബലഹീനതകളിൽ നിന്ന് അവളെ ഒഴിവാക്കുന്നതിനും ശത്രുവിൻ്റെ കാന്തവലയത്തപ്പെടാതെ അവളെ തടയുന്നതിനും പുണ്യപൂർണതയുടെ മാർഗ്ഗെ അവളെ നയിക്കുന്നതിനും ഒരമ്മ എന്ന നിലയിൽ അഹോരാത്രം അതികഠിനമായി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ദിവ്യമണവാളനായ യേശുവിൻ്റെ മഹിമ ലോകമാസകലം അവൾക്ക് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും. ഈ ദശാസന്ധിയിൽ യേശുവിൻ്റെ ദിവ്യാഗമനത്തിനായി സകലതിനെയും അണിയിച്ചൊരുക്കുക എന്നതാണ് ഇനിയുള്ള എൻ്റെ ദൗത്യം. അവൻ്റെ ഭരണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പാത എൻ്റെ വിമല ഹൃദയമാണ്. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അതിമഹത്തായ വിജയം സമസ്ത ലോകത്തിൻ്റെയും നിലവിൽ വരുന്ന വിശുദ്ധിയുടെയും വരപ്രസാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവയായ യേശുവിൻ്റെ അത്യുജ്വലതയാർന്ന ദൈവിക ഭരണത്തിൻ്റെ ഗംഭീര വിജയം തന്നെയാണ്. ആയതിനാൽ അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഇന്നേ ദിവസം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹൃദയസമാധാനവും ആനന്ദവും നിങ്ങളിൽ കൈവരുത്തുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു.
കാരണം യേശുവിൻ്റെ പ്രഭാവമാർന്ന ഭരണം നിങ്ങളിൽ നടത്തപ്പെടുവാൻ ഇനി അധിക കാലം താമസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഡള്ളാസ്, അമേരിക്ക, ഡിസംബർ 3, 1986, 340. നിങ്ങളുടെ രോഗത്തിനുള്ള സിദ്ധൌഷധം. നിങ്ങളുടെ സ്വർഗീയ മാതാവായ എന്നോടൊപ്പം പ്രാർത്ഥനയിലും സാഹോദര്യത്തിലും ജീവിക്കുന്നതിനായി ഈ മഹാരാജ്യത്തിൻ്റെ അകലെയുള്ള ദേശങ്ങളിൽ നിന്നുപോലും ഇവിടെ എത്തി അവിരാമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനായോഗത്തിൽ സംബന്ധിച്ചതിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും വിനയവും ഉദാരതയും വേദന അനുഭവിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിന് അനൽപമായ ആശ്വാസമാണ് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടതകളിൽ ആശ്വാസവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന മാതൃനിവിശേഷമായ എൻ്റെ വചനങ്ങൾ നിങ്ങളോടൊത്ത് പങ്കിടുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെ കുഞ്ഞുമക്കളിൽ ഏറ്റവും ചെറിയവനായി നിങ്ങൾ വർദ്ധിക്കുവിൻ. എൻ്റെ ധീരരായ പ്രേക്ഷിതരായിരിക്കുവിൻ. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിയുടെ കനക കതിരുകളായി നിലകൊണ്ട് എൻ്റെ മാതൃനിവിശേഷമായ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ഒരുങ്ങി നിൽക്കുവിൻ. നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആഴമേറിയ 3 മുറിവുകൾ എൻ്റെ മാതൃഹൃദയത്തെ വേദനിപ്പിക്കുകയും രക്തം വമിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണമായി നിലകൊള്ളുന്നു. കത്തോലിക്ക വിദ്യാലയങ്ങളിൽ പോലും അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് മൂല്യമുണ്ടാക്കുന്ന മതാത്മക മൂല്യങ്ങളോടുള്ള വെറുപ്പാണ് പ്രഥമതയാലുള്ളത്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അനേകരെ അകറ്റുന്നതിന് കാരണമാകുന്ന ഈ സിദ്ധാന്തങ്ങൾ കുറച്ചൊന്നുമല്ല എൻ്റെ സന്താനങ്ങളെ എന്നിൽ നിന്ന് അകറ്റിയിട്ടുള്ളത്. തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ഗൗരവമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കാരണക്കാർ. കാരണം എൻ്റെ മാതൃനിർവിശേഷമായ താക്കീതുകൾ ഗൗരവത്തിലെടുക്കാതെയും സഭയുടെ പ്രബോധന പീഠത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയും അഹന്തയുടെ ശക്തിക്ക് കീഴ്വഴങ്ങിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ വത്സലസുതരായ നിങ്ങളെല്ലാവരും കർത്താവായ യേശു പഠിപ്പിച്ചതും ലോകമാസകലവുമുള്ള മെത്രാന്മാർ മാർപ്പാപ്പയോടുകൂടെ നിന്നുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതുമായ വിശ്വാസസത്യങ്ങളുടെ പ്രചാരകരായി നിങ്ങൾ മാറുവിൻ. ഇത് മാത്രമാണ് രോഗത്തിനുള്ള ഏക പ്രതിവിധി. വ്യതിരിക്തമായ പഠന സിദ്ധാന്തങ്ങളെ നിങ്ങളെല്ലായ്പ്പോഴും തുറന്ന് എതിർക്കുക. അതിലുപരി യേശുവിൻ്റെ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്നവരെ അതിൻ്റെ അപകട സാധ്യതകൾ വ്യക്തമാക്കി കൊടുത്ത് ബോധവാന്മാരാക്കുന്നതിന് നിങ്ങൾ എല്ലായ്പ്പോഴും ഉത്സുകരായിരിക്കണം. എൻ്റെ പ്രിയപുത്രനായ പോൾ 6 മാർപ്പാപ്പ ഈ സങ്കുലിത പ്രതിസന്ധികളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വിരചിച്ച വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഈരടികൾ നിങ്ങൾക്ക് ഏറ്റുചൊല്ലുക. തിരുസഭയിൽ കടന്നുകൂടിയ അനൈക്യം നിങ്ങളുടെ രാജ്യത്തിലും നിലനിൽക്കുന്നു എന്നതാണ് രണ്ടാമത്തെ മുറിവിന് കാരണം. തൻ്റെ സഭയുടെ മൂലക്കല്ലായ പരിശുദ്ധ പിതാവിനെ മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെട്ട സമൂഹം പരസ്യമായി എതിർക്കുന്നത് കാണുമ്പോൾ മാതൃനിർവിശേഷമായ എൻ്റെ പുത്രൻ്റെ തിരുഹൃദയവും വേദന കൊണ്ട് നിറയുന്നു. വിഭാഗീയതയുടെ ആഴവും പരപ്പും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്യവും പ്രഖ്യാപിതവുമായ ഒന്നായി ഈ വിഭാഗീയത മാറുവാൻ അധിക കാലതാമസം ഉണ്ടെന്ന് തോന്നുന്നില്ല. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ബ്രഹ്മചാര്യത്തിൻ്റെയും വ്രതങ്ങൾ ദൈവത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചവർ അവിടുത്തെ ശത്രുക്കളുടെ അനുയായികളായി മാറിയിരിക്കുന്നു എന്നതാണ് അതിലും ഖേദകരം. എൻ്റെ പ്രിയ സുതരെ, പരിശുദ്ധ പിതാവിനോട് യോജിച്ചുകൊണ്ട് നിങ്ങളുടെ മെത്രാന്മാരെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും സന്മാതൃകകളിലൂടെയും മാർപ്പാപ്പയോട് യോജിച്ചു നിൽക്കുവാൻ നിങ്ങൾ സഹായിക്കുക. അതിലൂടെ എല്ലാ അജഗണങ്ങളുടെയും ഐക്യത്തിലേക്കുള്ള ആഹ്വാനം ശ്രവിക്കുന്നതിന് നിങ്ങൾ പ്രാപ്തരാക്കുവിൻ. യേശുവിൻ്റെ സുവിശേഷാധിഷ്ഠിത പഠനങ്ങളും അവിടുത്തെ കൽപ്പനകളും അനുസരിക്കാതെ അവിശ്വസ്തരായി ഈ തലമുറ ജീവിക്കുന്നതിന് മൂലമുള്ള മുറിവാണ് മൂന്നാമത്തേത്. പാപത്തിൻ്റെ അവിഹിത മാർഗങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പാപം എന്നത് ഒരു തിന്മയായി കാണുവാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് അതിലും ഖേദകരം. ഭ്രൂണഹത്യ, സ്വവർഗ സംഭോഗം തുടങ്ങിയ പ്രകൃതി വിരുദ്ധ മാരക പാപങ്ങൾ ചെയ്യുന്നതിൽ പോലും നീതീകരിക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു കൂസലുമില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുവാനും അവർക്ക് സമയമില്ല. മാരകമായ വ്യാധിയുടെ നീരാളിപ്പിടുത്തത്തിലാണ് നിങ്ങളെല്ലാവരും. പുണ്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും മാർഗത്തിലൂടെ നടക്കുവാൻ എൻ്റെ സന്താനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് ആഴവും പരപ്പുമാർന്ന ഈ തിന്മയ്ക്ക് ഒരു പരിഹാരമായി നിങ്ങൾ ജീവിക്കുക.
കത്തോലിക്ക ധാർമ്മികത എന്താണെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ബോധവാന്മാരാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിന് പാപാന്തകാരത്തിൽ വീണുഴലുന്ന എൻ്റെ മക്കളെ സഹായിക്കുവാനായി നിങ്ങളുടെ കരങ്ങൾ എപ്പോഴും സന്നദ്ധമായിരിക്കട്ടെ. തുടർച്ചയായി കുമ്പസാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ അവരെ ബോധവാന്മാരാക്കുക. മാരക പാപത്താൽ വരപ്രസാദം നഷ്ടപ്പെട്ട ഒരുവന് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ദിവ്യകാരുണ്യ സ്വീകരണം പലപ്പോഴും വേണ്ടത്ര യോഗ്യതയോടുകൂടിയല്ല നടത്തപ്പെടുന്നത്. തിരുസഭയുടെ വേദന ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ ഇത് കാരണമാകുന്നു. എൻ്റെ മാതൃനിർവിശേഷമായ വിമല ഹൃദയത്തിൻ്റെ ക്ഷണം നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ സമസ്ത സഭയ്ക്കും മനുഷ്യവംശത്തിനാകെയും ഞാൻ നൽകിയ സ്നേഹത്തിൽ നിങ്ങൾ ഭാഗവാക്കുകളായി മാറും. അങ്ങനെ നിങ്ങളുടെ രോഗത്തിനുള്ള എൻ്റെ ചികിത്സകരായി നിങ്ങൾ മാറും. എൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാണ് നിങ്ങൾ. പ്രസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളോടും യോജിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ കൂടെ ചേർത്ത് വെക്കുകയാണ്. അമ്മ എപ്പോഴും പറയുന്ന 3 കാര്യങ്ങൾ അമ്മ ഇവിടെ ആവർത്തിക്കുന്നു. ജപം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, മാനസാന്തരം. പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും പാതയിലൂടെ നമുക്ക് നീങ്ങാം. അനേകർക്ക് വേണ്ടി പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം. പരിശുദ്ധ മാർപ്പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട്, തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ ഒരു എളിയ സന്താനമായി എളിമയോടുകൂടി പ്രാർത്ഥിക്കുക. എളിമയുടെ പ്രാർത്ഥനയായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മ ഇതിനുവേണ്ടി നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് സുരക്ഷിതമായ സങ്കേതം ലഭിച്ചിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.